ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ തന്നെ ഒരു വാഴക്കൊല വെട്ടാൻ പോവാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അറമ്പിൽ തന്നെ ഒരു റോബസ്റ്റ് വാഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കായ് മൂത്തിട്ടുണ്ട്. അപ്പോൾ അത് വെട്ടി പഴുപ്പിക്കാൻ വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ തന്നെ അത് വെട്ടാന്ന് വിചാരിക്കുകയാണേ. വേറെ കുഴപ്പമൊന്നുമില്ല, 2-3 കായൊന്ന് പടല മാറിയെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതെ, ഇതാണ് ചേന. ചെറിയൊരു ചേനത്തയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അത് മൂത്തിട്ടുണ്ടെന്നാണ് തോന്നണത്. അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ വാടിയിട്ടുണ്ട്. അത് പൊട്ടിച്ച് നോക്കാം. ദേ പൊട്ടിച്ചപ്പോൾ തന്നെ അതിൻ്റെ തണ്ട് ഇങ്ങോട്ട് പോന്നു കേട്ടോ. ഇനി അത് കുഴി എടുത്തിട്ട് വേണം അതിനകത്ത് അത് എടുക്കാൻ. അപ്പോൾ ഇനി ഇതാ ഒരു ചെറിയൊരു കമ്പിപ്പാര ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ 4 വശവും ഇങ്ങനെ തിക്കി എടുത്ത്, അപ്പോൾ ചേട്ടനാണ് കേട്ടോ സഹായിക്കണത് ചേന. അപ്പോൾ നോക്കുമ്പോൾ അതിനകത്തൊരു ഒരുവിധം നല്ലൊരു ചേനയായിരുന്നു. ഇതാണ് ആ ചേന. അപ്പോൾ മൊത്തം ചെളിയാണ് കേട്ടോ. ഇനി അത് കഴുകി എടുത്തിട്ട് വേണം. അപ്പോൾ ഈ ചേന കിടന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിൽ വിത്തുകളൊക്കെ ഉണ്ട്. ഇനി ആ വിത്തൊക്കെ എടുത്ത് കട്ട് ചെയ്ത് 2-3 സ്ഥലത്തേക്കൊക്കെ നട്ട് കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തേക്ക് ചേന എടുക്കാം. അപ്പോൾ ചേന അവിടെ ഇരിക്കട്ടെ, നാളെ കട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് മീൻകറി വയ്ക്കാനാണ് ഇരിക്കണത്. അപ്പോൾ മീൻ മേടിച്ചിട്ടുണ്ട്, ബ്രാല് നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ വറുത്തരച്ച് എടുത്തിട്ട് നമുക്ക് ബ്രാൽ കറി വയ്ക്കാൻ നോക്കാം. നേരത്തെ തന്നെ കഴുകി നന്നാക്കിയൊക്കെ ഇട്ട് വെള്ളത്തിൽ വെച്ചേക്കണതാണ്. എന്നാലും നമുക്ക് 2-3 പ്രാവശ്യം കൂടി കഴുകി എടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അരച്ചിട്ട് നമുക്ക് കറി വയ്ക്കാം.